ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഡേറ്റ് നാളത്തേക്കുള്ള, അതായത് നാളത്തെ ഡേറ്റ് 26 മെയ് 2026, നാളത്തേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം തന്നെയായിരുന്നു. ആൻഡ് അത്യാവശ്യം നല്ലൊരു പോസിറ്റിവിറ്റി മാർക്കറ്റ് സ്ട്രെങ്ത് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിഫ്റ്റിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലോസിങ് 24,000 എബോവ് തന്നിട്ടുണ്ട്. ആൻഡ് ആൾസോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റിയിൽ എന്ത് തന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ലാസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എല്ലാം കൊണ്ടും മാർക്കറ്റിൽ പോസിറ്റീവ് കണ്ടിന്യൂഷനാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻഡിൽ കണ്ടാലും മനസ്സിലാവും, നല്ല സ്ട്രെങ്ത്താണ്. ഡേ ക്യാൻഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് ഗെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് നെറ്റ് കണ്ടീഷനായിട്ട് കിടക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ റീഡ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, റീട്രേസ്മെൻറ്റ് എടുത്തു. ഓക്കെ, റീട്രേസ്മെൻറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു, മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ടെസ്റ്റ് ചെയ്ത് റീട്രേസ്മെൻറ്റ് എടുത്ത് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു, അതായത് റീടെസ്റ്റ് അടിച്ചു. അപ്പോൾ എന്തായാലും ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പും മാർക്കറ്റിൽ പോസിറ്റിവിറ്റി ഉള്ളതും കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ബയ്യർ കയറിയിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി ബയ്യർ കയറിയിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ബയ്യറൊക്കെ എസ് എൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലായാലും ഈ ഒരു സ്വിങ് ഇതിൻ്റെ ബിലോയ്ക്ക് മാർക്കറ്റിൽ എസ് എൽ അവരെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ആൾസോ ഇവിടെയുള്ള ബയ്യേഴ്സിൻ്റെ എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 55,000 ബിലോ ആയിരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പം അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മാർക്കറ്റ് ഇത്രയും പോസിറ്റീവായിട്ട് നോക്കുമ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരത്രയും ഹൈലി പ്രോഫിറ്റബിൾ ആണ്. ബയർ എസ് എൽ ഇല്ല എന്നല്ല ഉണ്ട്, സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ അവർ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ നമുക്ക് ഇവരെ ഈ ഒരു കണ്ടീഷനിലോട്ട് ഹൈലി പ്രഷർ വരാത്തൊരു കണ്ടീഷൻ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഫ്ലാറ്റ്, ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, മാർക്കറ്റിൽ നമുക്ക് ബൈയിങ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ഓപ്പണിംഗ് തന്നെ ഫ്ലാറ്റും അതുപോലെ തന്നെ ഫ്ലാറ്റിനുള്ള റിജക്ഷനും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗും ആണ്. അതാകുമ്പോൾ നമുക്ക് ബൈ ചെയ്യാൻ ഒന്നും കൂടി പെർഫെക്റ്റ് ആണ്. റൈറ്റ്, ഹെവി ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിൽ നമ്മൾ പ്ലാൻഡ് അല്ല, അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ കുറച്ച് കൺസേൺ ആണ്. പിന്നെ ആൾസോ നാളത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിലും മന്ത്ലി എക്സ്പയറി ആണ് നാളെ. അപ്പോൾ മാർക്കറ്റിൽ പല രീതിയിലുള്ള മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഹൈ വോളറ്റാലിറ്റി ഉണ്ടാവാം, മേ ബി ഹൈ കൺസോൾട്ടേഷൻ ആയിരിക്കും, മാർക്കറ്റ് അധികം മൂവ്മെൻറ്റും തരില്ല. അപ്പം മാർക്കറ്റിൽ നല്ല പ്രോബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക, ട്രേഡ് എടുക്കുക, എക്സിറ്റ് ചെയ്യാൻ നോക്കുക. അധികം മാർക്കറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനോ നിൽക്കരുത്. അപ്പോൾ നാളത്തെ പ്രത്യേകതയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു ട്രേഡ് കിട്ടുക എന്നുള്ളതാണ് നാളെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എല്ലാത്ത വർഷം മാർക്കറ്റിൽ പ്രശ്നമൊന്നുമില്ല, കാരണം പ്രൈസ് ആക്ഷൻ ഓക്കെയാണ്, സിറ്റുവേഷൻ ഓക്കെയാണ്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അതിനെ പറ്റി ഓപ്പണിംഗ് തന്നെ ഫ്ലാറ്റ് ഗ്യാപ്പ് ഡൗൺ കിട്ടിയാൽ ബെറ്ററാണ്. ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് കുറച്ച് പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് അടുത്ത അറ്റംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ഇതാണ് കണ്ടീഷൻ ഉള്ളത്. സിമിലറാണ് നമുക്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും. നിഫ്റ്റിയിലും നമ്മളില്ല എന്ന് പറയുന്നില്ല, നിഫ്റ്റിയിലും എസ് എൽ ഉണ്ട്, എസ് എൽ അവൈലബിലിറ്റി ഹൈലി ഉണ്ട്. കാരണം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് വന്ന് മാർക്കറ്റ് ഇങ്ങനൊരു മാർക്കറ്റാണ് ക്ലോസ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓരോരോ റീട്രേസ്മെൻറ്റിൽ ബയ്യർ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ബയ്യർക്കൊക്കെ പ്രഷർ വരണമെങ്കിൽ നിഫ്റ്റിയിലൊക്കെ അറ്റ്ലീസ്റ്റ് ഓപ്പൺ ക്യാൻഡലിനെ ബ്രേക്ക് ഡൗൺ ചെയ്താലേ മാർക്കറ്റ് അവർക്ക് പ്രഷർ വരുള്ളൂ. സെയിം കണ്ടീഷനാണ് ബാങ്ക് നിഫ്റ്റിനെ കണ്ടിട്ടാണ് ഇവരൊക്കെ ഇതിൽ മാർക്കറ്റിൽ ഓക്കെ, ഇതിലും സെയിം കണ്ടീഷനാണ്. ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, മാർക്കറ്റിൽ ബൈയിങ് സെറ്റപ്പാണ്. ആൻഡ് സിറ്റുവേഷൻ സെയിം ആണ് സെൻസെക്സിലും സെയിം കണ്ടീഷനാണ്. മാർക്കറ്റിൽ ക്ലോസിംഗ് അങ്ങനെ തന്നിട്ടുള്ളത്. ഞാൻ ബയർ എസ് എൽ ഇല്ല എന്ന് പറയുന്നില്ല, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അവർക്കൊരു പ്രഷർ വരണമെങ്കിൽ ഇങ്ങോട്ട് മാർക്കറ്റിലൊരു ഇമ്പാക്റ്റ് വരണം. അപ്പോൾ എല്ലാത്ത വർഷം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ. അപ്പോൾ ഇതൊരു പ്യൂർ സൈക്കോളജി കണ്ടീഷനാണ് മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ആവുന്നത്. അല്ല എസ് എൽ എൻഡിങ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ സെല്ലിംഗ് ട്രേഡാണ് നിൽക്കേണ്ടത്. ബട്ട് കണ്ടീഷൻ ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, സോ സീ യു ഗൈസ് ടുമാറോ. ബൈ.